കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം TV പുറത്തുവിട്ട ഒരു വാർത്തയുണ്ടായിരുന്നു. ഈ ഹൈവേ വികസനത്തിന്റെ പേരിൽ ക്ഷേത്രഭൂമികൾ ഏറ്റെടുക്കുന്നതിൽ പണം വാങ്ങുന്നത് സർക്കാരാണ് എന്നത്. ഇപ്പോൾ ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്നതൊക്കെയും ക്ഷേത്രധ്വംസനമോ എന്ന ചോദ്യം ഉയരുകയാണ്. ക്ഷേത്രഭൂമികളും പ്രതിഷ്ഠകളും വിവേചനരഹിതമായും ഏകപക്ഷീയമായും ഏറ്റെടുത്തെന്ന് ദേവസ്വം കമ്മീഷണർ പറയുന്നു. ക്ഷേത്ര സങ്കല്പങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അപരിഹാര്യമായ കോട്ടം സംഭവിച്ചെന്നും പരാതിയുണ്ട്. 2023 മെയ് മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ കത്ത് ജനം TVക്ക് ലഭിച്ചു. ഈ എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങളുമായി എസ് ശാലിനി ഒപ്പം ചേരുകയാണ്. ശാലിനി, ഇതിൽ പറയുന്നതൊക്കെയും സർക്കാരിന് പ്രതിക്കൂട്ടിലാക്കുന്ന കാര്യങ്ങളാണ്. 2023 മെയ് മാസത്തിൽ ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. അതായത് ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്നത് ക്ഷേത്രധ്വംസനമാണ്. ക്ഷേത്രഭൂമികൾ വിവേചനരഹിതമായും ഏകപക്ഷീയമായും, അതായത് ദേവസ്വം ബോർഡിനോട് ആലോചിക്കാതെ എന്നർത്ഥം, ഏറ്റെടുത്തു. പിന്നെ ക്ഷേത്രസങ്കല്പങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പരിഹരിക്കാനാകാത്ത കോട്ടമാണ് അതിലൂടെ സംഭവിച്ചത് എന്ന്. അതായത് വിശ്വാസത്തെ ഹനിക്കുന്ന നിലപാട് ഈ ഹൈവേ വികസനത്തിന്റെ പേരിൽ പോലും സർക്കാർ, അതിൻ്റെ മറവിലും സർക്കാർ നടപ്പിലാക്കി എന്നല്ലേ ഈ കത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഹൈന്ദവരെയും ഹൈന്ദവ വിശ്വാസികളെയും എത്രത്തോളം ധ്വംസിക്കുന്നുണ്ടോ, എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ ഹൈവേ വികസനത്തിന്റെ പേരിൽ ക്ഷേത്രഭൂമികൾ കയ്യേറിയ നടപടിയെ കാണേണ്ടിയിരിക്കുന്നു. അത്തരത്തിലൊരു റിപ്പോർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു കത്ത് തന്നെയാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ സർക്കാരിന് വർഷങ്ങൾക്ക് മുൻപ് കൈമാറുകയും ചെയ്തത്. അതായത് 2023 മെയ് മാസത്തിലാണ് ഇത് സംബന്ധിച്ച ഒരു കത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സർക്കാരിന് നൽകുന്നത്. അതായത് ആ കത്തിൽ പറയുന്നത് ഇത്തരത്തിലാണ്: ദേശീയപാത വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയ ദേവസ്വം ബോർഡ് ഭൂമികൾക്ക് നഷ്ടപരിഹാരമായി കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകിയിട്ടുണ്ട് എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും, അത്തരത്തിൽ ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഹൈന്ദവ വിശ്വാസങ്ങളെ ലംഘിക്കുന്നതാണ്, ആചാരങ്ങളെ ലംഘിക്കുന്നതാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്ഷേത്രഭൂമികൾ കയ്യേറാൻ വേണ്ടി മാത്രം നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അതായത് ഏകപക്ഷീയമായി നടന്ന നടപടിയാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ എന്നുള്ളതാണ് ഈ കത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, ആചാര അനുഷ്ഠാന പ്രകാരം അവിഭാജ്യമായി നിലനിൽക്കേണ്ട ഉപദേവാലയങ്ങളുണ്ട്, ഒപ്പം തന്നെ പ്രതിഷ്ഠകളുണ്ട്, കാവുകളുണ്ട്, കുളങ്ങളുണ്ട് എന്നിവയൊക്കെ തന്നെ വിവേചനരഹിതമായി തന്നെ ഹൈവേ അലൈൻമെന്റിൽ ഉൾപ്പെടുത്തുകയും ഏകപക്ഷീയമായി ഏറ്റെടുക്കുകയും ചെയ്തു എന്നാണ് ഈ കത്തിൽ ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെ സർക്കാരിനെ അറിയിച്ചത്. പക്ഷേ അതിനുശേഷവും ഒരു തരത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ 2 വർഷങ്ങൾക്കിപ്പുറവും ഈ കത്ത് പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ക്ഷേത്രഭൂമി ഏറ്റെടുക്കുന്നതിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് പോലും ലാൻഡ് അക്വിസിഷൻ വിഭാഗം ഒരു അനുകൂല നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ല. ഒരുപക്ഷെ മറ്റ് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിലെ അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിക്കാതെ ഹൈന്ദവർക്ക് മേൽ, ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് മേൽ, അവരുടെ ആരാധനാലയങ്ങൾക്ക് മേൽ മാത്രം സർക്കാർ ഇത്തരത്തിലൊരു നീതി കാണിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ നീതികേട് കാണിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ. അതായത് കർശനമായ തച്ചുശാസ്ത്ര വാസ്തുശാസ്ത്ര വിധികൾ പ്രകാരം പുരാതന കാലത്ത് നിർമ്മിച്ച പല ക്ഷേത്രങ്ങളും ഇതിന്റെ ഭാഗമായി അതിന്റെ ഭൂമി കയ്യേറുന്നു, അതിന്റെ കെട്ടിടങ്ങൾ കയ്യേറുന്നു. അതിനുശേഷം വികസനം എന്ന ബോർഡും പേരും മാത്രം സർക്കാർ പറയുകയാണ് എന്നുള്ളതാണ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ അടിസ്ഥാന ക്ഷേത്ര നിർമ്മികളിൽ അശാസ്ത്രീയമായ വ്യതിയാനമടക്കം ഉണ്ടാക്കിയതോടുകൂടി ക്ഷേത്ര സങ്കല്പങ്ങൾക്കും ആചാരങ്ങൾക്കും അടക്കം കോട്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെ സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ നടപടി വേണമെന്ന ആവശ്യവും കമ്മീഷണർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും 2023 മെയ് മാസം ഈ കത്തെത്തിയതിനു ശേഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റെടുക്കപ്പെട്ട ഭൂമിക്ക് മറ്റു ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുമ്പോഴും ദേവസ്വം ബോർഡിന് മാത്രം അത് നിഷേധിക്കപ്പെടുകയാണ്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നടന്നിരുന്നു. 100 കണക്കിന് ക്ഷേത്രങ്ങളുടെ ലാൻഡാണ് സർക്കാർ
ഇത്തരത്തിൽ ഏറ്റെടുത്തത്. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി വക മാറ്റുകയും ചെയ്തത്. പക്ഷേ ആ മാറ്റിയ തുകയൊന്നും തന്നെ ഈ ദേവസ്വം ബോർഡിനോ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ക്ഷേത്ര സമിതികൾക്കോ ലഭ്യമായിട്ടില്ല എന്നുള്ളത് കൂടി ദേവസ്വം ബോർഡ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ പുറമ്പോക്കെന്ന് വരുത്തി തീർത്താണ് ഇത്തരം ഭൂമികൾ അവർ കൈയേറിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, തിരുവനന്തപുരത്തെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ രാജഭരണകാലത്ത് നിർമ്മിച്ച ഉപദേവതാ ക്ഷേത്രമായ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പോലും ഇത്തരത്തിൽ പുറമ്പോക്കാക്കി സർക്കാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഈ കമ്മീഷണർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഒരു ക്ഷേത്രം അപ്പാടെ പുറമ്പോക്കിൽ നിന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് തെളിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് രേഖകൾ ചമച്ചുകൊണ്ട് അത് പണം കൊടുക്കാതെ സർക്കാരിന്റെ ഭൂമിയാക്കി മാറ്റി എന്നുള്ളതാണ്. അതായത് ഒരുപാട് പേരുടെ വിശ്വാസങ്ങളെ ലംഘിക്കുന്ന, അവരുടെ ആചാരങ്ങളെ ലംഘിക്കുന്ന നടപടി തുടർച്ചയായി തലസ്ഥാന നഗരത്തിൽ പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ ഭാഗമായി എന്ന് ദേവസ്വം ബോർഡ് കമ്മീഷണർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 25 ക്ഷേത്രങ്ങളുടെയും ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും 4.55 ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ റവന്യൂ പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന്റെ ഭാഗമാക്കിയത്, പണം കൊടുക്കാതെ അവരുടെ സ്വന്തമാക്കി വക മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദേവസ്വം ഭൂമികളെല്ലാം ഗവൺമെന്റ് ലാൻഡ് ആണെന്ന പച്ചക്കള്ളം പറയുന്ന ഇത്തരം സർക്കാരാണ് ആചാര സംരക്ഷണത്തിന്റെ പേരിൽ ഭക്തജന സംഗമവും അയ്യപ്പ സംഘവും ഒക്കെ മറുഭാഗത്ത് നടത്തിയതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസമായി ചൂണ്ടിക്കാട്ടേണ്ടത്. എന്തായാലും ഈ 2 വർഷങ്ങൾക്കിപ്പുറവും ഈ കമ്മീഷണറുടെ കത്ത് അവിടെ നിൽക്കുന്നു. അതിലൊരു നടപടി സർക്കാരോ ദേവസ്വം ബോർഡിന്റെ മന്ത്രി അടക്കമുള്ളവരോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ജനം TV കൊണ്ടുവന്ന വാർത്തയാണ്. ആ വാർത്തയുടെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇത്രയധികം ഭൂമി സർക്കാരിന്റെ ഭാഗമാക്കി പുറമ്പോക്കെന്ന് വരുത്തി തീർത്തുകൊണ്ട് ദേവസ്വം ഭൂമി ഹൈന്ദവ സങ്കല്പങ്ങളെ, ആചാരാനുഷ്ഠാനങ്ങളെ ഒക്കെ തകർക്കുന്ന നിലപാട് സർക്കാർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ഒടുവിലത്തെ തെളിവോ ഇത്? കൃഷ്ണരാജ്, തീർച്ചയായും അത്തരത്തിൽ ഏറ്റവും ഒടുവിലത്തെ തെളിവായി മാത്രമേ, പുറത്തു വന്ന ഒടുവിലത്തെ തെളിവായി മാത്രമേ നമുക്ക് ഈ ഒരു ഭൂമി ഏറ്റെടുക്കലിനെ കാണാൻ സാധിക്കുകയുള്ളൂ. സ്വന്തം ഭൂമി ദേവസ്വം ബോർഡിൻ്റെതായി വർഷങ്ങളായി അവരുടെ കൈകളിൽ ഇരിക്കുന്നു. രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു. എല്ലാ രീതിയിലുമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു ക്ഷേത്രഭൂമി, ക്ഷേത്രമുറ്റം, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ, ക്ഷേത്ര ഗോപുരങ്ങൾ, ഇതൊക്കെ ഒരു ഭാഗത്ത്, അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പുരാതനമായ ക്ഷേത്രങ്ങളാണ്. തലസ്ഥാന ജില്ലയിൽ അടക്കം ഒട്ടനവധി പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ലാൻഡൊക്കെയാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ വകയാണ് എന്ന് പറഞ്ഞു തീർത്തുകൊണ്ട് എഴുതിയെടുത്തത്, അല്ലെങ്കിൽ അവരുടെ ഭാഗമാക്കി മാറ്റിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വക മാറ്റിയത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അങ്ങനെ സർക്കാർ ഭൂമിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ പണം പോലും ഈ ദേവസ്വം ബോർഡിന് ലഭ്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരക്കാരാണ് ആചാരം സംരക്ഷിക്കുന്നതെന്ന് പറയുന്നത്. ഇത്തരക്കാരാണ് ആചാര സംരക്ഷണത്തിന് വേണ്ടി ഹൈ ക്ലാസ് ആർഭാടങ്ങളോട് കൂടിയുള്ള അയ്യപ്പ സംഗമം പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. അവിടെ ബിസിനസ് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് അയ്യപ്പ സംഗമങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നു, മറുഭാഗത്ത് ഹൈന്ദവ ആചാരങ്ങളെ ലംഘിക്കുന്നു. നമ്മൾ കണ്ടതാണ് ശബരിമലയിലടക്കം സ്ത്രീ പ്രവേശനം നടത്തിക്കൊണ്ടുള്ള വിശ്വാസങ്ങളെ ലംഘിക്കാനുള്ള ഇടത് സർക്കാരിന്റെ നീക്കം. സമാനമായാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഭൂമി കയ്യേറ്റത്തെയും കാണേണ്ടത്. എന്തായാലും അവരുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നു. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടേതാക്കി മാറ്റുക, അതിനു വേണ്ട സഹായങ്ങൾ നൽകാതെ വിശ്വാസങ്ങളെ, പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രം ലംഘിക്കുന്ന, അതിനെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള നടപടിയാണ് സർക്കാർ നിരന്തരമായി സ്വീകരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, വിമർശനമൊക്കെ ഹൈന്ദവ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ഭൂമി ഏറ്റെടുക്കൽ വിഷയത്തിലും വരും ദിവസങ്ങളിൽ ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും അവരുടെ അത്തരത്തിലുള്ള പ്രത്യക്ഷ സമരങ്ങൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കാനുള്ള സാഹചര്യങ്ങളും കാണുകയാണ്. അത്രയധികം വിഭിന്ന സ്വരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട് ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ നിന്നുകൊണ്ട്. ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്നത് ക്ഷേത്ര ധ്വംസനമെന്ന് തെളിയുന്നു. ക്ഷേത്രഭൂമികൾ, പ്രതിഷ്ഠകൾ ഒക്കെയും ഏകപക്ഷീയമായി ഏറ്റെടുക്കുകയായിരുന്നുവെന്ന് ദേവസ്വം കമ്മീഷണർ 2023 എഴുതിയ കത്ത് ജനം TV പുറത്തുവിടുകയായിരുന്നു. ക്ഷേത്ര സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി ആചാരാനുഷ്ഠാനങ്ങൾക്ക് പരിഹരിക്കാനാകാത്ത കോട്ടമുണ്ടാക്കിക്കൊണ്ടാണ് ഇത്തരം നടപടികൾ സർക്കാർ നടത്തിയത് എന്നുകൂടി തെളിയുന്നുണ്ട്. 2023 മെയ് മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ കത്തിൻ്റെ പകർപ്പാണ്
ജനൻ TV പുറത്തുവിട്ടത്. എക്സ്ക്ലൂസീവ് വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി.